നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സ്ഥാപനം ഒരു ബാങ്ക് അല്ല. അവർ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല. പക്ഷേ 70,000 കോടിയിൽ കൂടുതൽ ഗോൾഡ് ലോൺസ് പ്രൊവൈഡ് ചെയ്ത ആ ഒരു കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലെൻഡേഴ്സിൽ ഒന്നാണ്. ഈ ഒരു കമ്പനി കേരളത്തിൽ നിന്നുള്ളത് കൂടിയാണ്. ഏതാണ് കമ്പനി എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് 1887 കേരളത്തിലെ തിരുവിതാംകൂറിൽ മുത്തൂറ്റ് നയൻ മത്തായി എന്ന വ്യക്തി സ്വർണത്തിന് പകരമായിട്ട് പണം കടം കൊടുക്കുന്ന ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. അതിന് മറ്റു ബാങ്കുകളെ പോലെ പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രസ്റ്റിൻ്റെ മുകളിലുള്ള ഒരു ഡീലിങ്സ് ആയിരുന്നു. ഇന്ത്യയിൽ സ്വർണം എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൂടിയാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ പൈസ ആവശ്യം വരുമ്പോൾ പെട്ടെന്നത് പണമാക്കി മാറ്റാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ കൂടുതൽ സ്വർണ്ണങ്ങൾ വാങ്ങി വെക്കാറുള്ളത്. അതിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആവാം, കല്യാണങ്ങളാവാം, എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിനാവാം, അങ്ങനെ പല ആവശ്യങ്ങൾക്കും മലയാളികൾ സ്വർണം പണയം വെക്കാറുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയിരുന്ന മുത്തൂറ്റ് ഫിനാൻസിനെ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റാണ് ഒരു ദേശീയ തലത്തിലുള്ള ഫിനാൻഷ്യൽ പവർ ഹൗസ് ആക്കി മാറ്റിയത്. കേരളത്തിൽ ഒരൊറ്റ ഓഫീസ് വഴി തുടങ്ങിയ ഈ ഒരു കമ്പനി ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ്. ഇന്ന് മുത്തൂറ്റ് ഫിനാൻസ് 70,000 കോടിയിലധികം രൂപയുടെ ഗോൾഡ് ലോണുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ NBFC ആണ് മുത്തൂറ്റ് ഫിനാൻസ്. ഇന്ന് അവർ ഇൻഷുറൻസ്, ട്രാവൽ, ഫോറിൻ എക്സ്ചേഞ്ച്, മൈക്രോ ഫൈനാൻസ്, ഈവൻ എഡ്യൂക്കേഷനിൽ പോലും അവർ എൻ്റർ ചെയ്തിട്ടുണ്ട്. COVID-19 പാൻഡമിക് സമയത്ത് മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു. ബാങ്കുകളിൽ നിന്നുള്ള ലോൺ ലഭ്യത കുറഞ്ഞപ്പോൾ ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് ലഭിക്കാനുള്ള ഇടങ്ങളായി മാറിയിരുന്നു. ഈ ഒരു ബിസിനസ് രംഗത്ത് ഇവരുടെ ഏറ്റവും വലിയ എതിരാളിയും കേരളത്തിൽ നിന്നുള്ള കമ്പനി തന്നെയാണ് മണപ്പുറം ഫിനാൻസ് ആണ്. ആ ഒരു കമ്പനിയും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ്. ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതും ചിലർക്ക് എഡ്യൂക്കേഷനുള്ള ഫീസ് ആയിരിക്കാം, ചിലപ്പോൾ ഹോസ്പിറ്റൽ ബില്ലായിരിക്കാം, ചിലപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിരിക്കാം. അങ്ങനെ ഒരു സാധാരണക്കാരന് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്കായിട്ടും ഇതുപോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. ഇന്ന് 8,000-ലധികം ബ്രാഞ്ചുകളും 70,000-ലധികം എംപ്ലോയീസും ഉള്ള ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.